നമസ്കാരം, കൃഷ്ണാരം മിത്രത്തിലേക്ക് സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണമഹാരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കൈ ഓടക്കുകളിൽ പിടിച്ച് മറുകൈ ഇങ്ങനെ ഇടുപ്പിൽ തിരുകിയ രൂപത്തിലുള്ള ഉണ്ണികൃഷ്ണനെ നമസ്കാരം പറഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ല, കേട്ടറിവാണ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ്റെ നമ്പർ അറിയാവുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഇന്നലെ വരാതിരിക്കുന്നത്. ഇനിയും അങ്ങനെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു വിശേഷങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് തുടങ്ങാം. ഗോപാലകുട്ടികളെയെല്ലാം ഗുരുവായൂരപ്പൻ ആ രാധാദേവിയുടെ വിശപ്പ് കണ്ടപ്പോൾ ഭക്ഷണം ചോദിക്കാനായിട്ട് അടുത്തുള്ള യാഗശാലയിലേക്ക് പറഞ്ഞയച്ച ഭാഗമായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഗോപാലകുട്ടികളെല്ലാം യജ്ഞശാലയുടെ അടുത്ത് പോയ സമയത്ത് അവിടെ യാഗം നടത്തിക്കൊണ്ടിരുന്ന ബ്രാഹ്മണർ വിശ്രമിക്കുന്ന സമയമായിരുന്നു. അവരോട് ഇങ്ങനെ വിശക്കുന്നുണ്ട് രാമകൃഷ്ണന്മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പ്രതികരിച്ചില്ല, കേട്ടതായി ഭാവിച്ചില്ല അത്രേ. കംസനിൽ ഭയമുള്ളവർ എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അവർ തീരെ കേട്ട ഭാവം വെക്കാതിരുന്ന സമയത്ത് ഗോപാലകുട്ടികൾ തിരിച്ചു വന്ന് കൃഷ്ണനോട് പറഞ്ഞു അത്രേ, നമുക്ക് തിരിച്ചു പോവാം നമ്മുടെ ഗൃഹങ്ങളിലേക്ക്, കാരണം അവരെ നമ്മളെ കണ്ടിട്ട് അത്ര മൈൻഡ് ചെയ്തില്ല എന്ന് വന്ന് പറഞ്ഞു അത്രേ ഇവിടെ വന്നിട്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളെ ആരോടാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൃഷ്ണൻ പറഞ്ഞ പോലെ യാഗശാലയിലുള്ള ബ്രാഹ്മണരോടാണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, യാഗശാലയുടെ പുറകുവശത്തായിട്ട് ഈ ബ്രാഹ്മണ പത്നിമാരുണ്ട്, അവരോടായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ രാമകൃഷ്ണന്മാർ വന്നതായിട്ട് അവരെ അറിയിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗോപാലകുട്ടികളെല്ലാവരും ചേർന്ന് അവിടെ പോയിട്ട് ആ ബ്രാഹ്മണ പത്നിമാരോട് പറഞ്ഞു അത്രേ, രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട്, അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട അവർ ഓരോരുത്തരും കുട്ടകക്കണക്കിനാണത്രേ ഭക്ഷണം, കയ്യിലെടുക്കാൻ പറ്റാത്ത അത്രയും വലിപ്പമുള്ള പാത്രങ്ങൾ എടുത്ത് ഓടി എന്നാണ് പറയണത്. രാമനെയും കൃഷ്ണനെയും കാണാൻ വേണ്ടി അവർക്കുള്ള ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഇവരെ എടുത്തുകൊണ്ട് ഓടിച്ചെന്നു രാമകൃഷ്ണന്മാരെ കാണാനായിട്ട്. ആ സമയത്ത് അവർ കാണുന്ന രൂപമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ രാധാകൃഷ്ണന്മാരും ആ ഒരു ബലരാമസ്വാമിയും കൂടി നിൽക്കുന്നത് കണ്ട് അവർ രാമകൃഷ്ണന്മാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് ഓടി 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 വന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു ഗോപാലകുട്ടികൾക്കും ഭഗവാനും എല്ലാം ഭക്ഷണം അവരുടെ കൈകൊണ്ട് തന്നെ നൽകുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് രാമകൃഷ്ണന്മാരെ അറിയാം? അനേകം അനേകം അത്ഭുത ലീലകളാടുന്ന ആ വൃന്ദാവനത്തിലെ കൃഷ്ണനെക്കുറിച്ച് അതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എന്നാണ് സാധ്യമാവുക ആ പരമ്പൊരുളിനെ കാണാൻ എന്ന ആ ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അത്ര ഈ വിപ്രപത്നിമാരെല്ലാവരും കാത്തിരുന്നിരുന്നത്. ആ സമയത്താണ് ഈ ഭഗവാൻ അവിടെ വൃന്ദാവനത്തിൽ എഴുന്നള്ളി ഇരിക്കുന്നു എന്നുള്ള വാർത്ത ഗോപാലകുട്ടികൾ കൊണ്ടുവന്നു കൊടുത്തത്. ഈ ഒരു വാർത്ത കേട്ട ആ ഒരു ബ്രാഹ്മണ പത്നിമാർക്ക് തങ്ങളുടെ ആ ഒരു ജന്മം സഫലമായി എന്ന രീതിയിലാണ് അവർ ഓടിച്ചെന്നതും ഭഗവാന് ആ ഭക്ഷണം വിളമ്പി കൊടുത്തതും. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കടാക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അത്രേ, ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന്. എന്താണ് ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന് പറയാൻ കാരണം, ഞങ്ങൾ അവിടെ നിന്ന് ഈ ഭക്ഷണം പാത്രത്തോടു കൂടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഗൃഹനാഥന്മാർ അവർ വന്ന് ഞങ്ങളെ തടഞ്ഞിരുന്നു. എന്നാൽ ആ തടഞ്ഞതൊന്നും വകവയ്ക്കാതെ മാനിക്കാതെയാണ് അവരെയൊക്കെ കൈകൊണ്ട് തട്ടി മാറ്റിയാണ് ഞങ്ങൾ ഇതും കൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവർ ഞങ്ങളെ സ്വീകരിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും നിന്നിരുന്നത്. ആ സമയത്ത് ബ്രാഹ്മണ പത്നിമാരോട് ഭഗവാൻ പറഞ്ഞു അത്രേ, നിങ്ങൾ ധൈര്യമായിട്ട് സധൈര്യം നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങളെ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ബ്രാഹ്മണ പത്നിമാർ ഓരോരുത്തരും അവരെ തിരിച്ചു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ബഹുമാനപുരസരം അവരെ പോവണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ അതേ അവരുടെ ഗൃഹനാഥന്മാർ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപുരസരം അവരെ തിരിച്ച് സ്വീകരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്താ ഇങ്ങനെ വരാൻ കാര്യമുണ്ടായത് എന്ന് ചോദിച്ചാൽ,
എല്ലാ അമ്മമാരും ഭഗവാനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയിട്ട് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഓടിപ്പോകുന്ന സമയത്ത് ഒരമ്മയെ അവരെ തടയുന്നതിൽ വിജയിച്ചു. എല്ലാ അമ്മമാരെയും തടഞ്ഞു നോക്കിയെങ്കിലും അവരെല്ലാവരും ഇറങ്ങി ഓടിയെങ്കിലും ഒരാളെ തടയുന്നതിൽ അവർക്ക് വിജയം കണ്ടെത്താനായി. അവർ തടഞ്ഞു വെച്ച ആ സമയത്ത് കൃഷ്ണ, ഉണ്ണി കൃഷ്ണ, അങ്ങേ കാണാനുള്ള ഭാഗ്യം എനിക്ക് മാത്രം ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് വീണതും ആ അമ്മയുടെ ആ ഒരു ജീവൻ ഭഗവാനിൽ വിലയം പ്രാപിക്കുകയും ഒരേ സമയമായിരുന്നു. അന്നത്തെ കാലത്തെ ബ്രാഹ്മണർക്കൊക്കെ ഈ മോക്ഷം ലഭിക്കുന്ന ആളുകളുടെ ആ ഒരു ജീവൻ പോകുന്ന ആ ഒരു സമയത്ത് കാണുകയാണെങ്കിൽ അവർക്ക് ആ ലക്ഷണം വെച്ചിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഈ അമ്മയ്ക്ക് മോക്ഷമാണ് ലഭിച്ചത്. അപ്പോൾ ഈ അമ്മ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഈ അമ്മയ്ക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ കൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്നുള്ളത് ആ ബ്രാഹ്മണർക്കെല്ലാം മനസ്സിലായി. അവർ ഈ യജ്ഞവും യാഗവും ഒക്കെ ചെയ്യുന്നത് എന്തിനാ? സാക്ഷാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ആ ഈശ്വരൻ തന്നെ നേരിട്ട് ഈ അമ്മമാരിൽ നിന്ന് എല്ലാം ഈ യാഗത്തിൻ്റെ യജ്ഞഭുക്കാവേണ്ട ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. ഈ അമ്മമാരെ ബഹുമാനിച്ചേ മതിയാകൂ എന്ന ആ ഒരു സത്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ ഓരോരുത്തരും ഈ ഒരു ബ്രാഹ്മണ പത്നിമാർ തിരിച്ചു ചെന്നപ്പോൾ അവരെ ബഹുമാന പുരസ്സരം സ്വീകരിച്ചത് എന്നുള്ളതാണ് ആ വിപ്രപത്നി അനുഗ്രഹം കഥ കേട്ടോ. ഇത് ഈ വനഭോജനവുമായിട്ട് യോജിപ്പിച്ചിട്ട് തന്നെയാണോ പറയേണ്ടതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ബ്രഹ്മഗർഭ മോഹനമൊക്കെയാണ് അതിനോട് യോജിപ്പിച്ചിട്ടൊക്കെ പറയേണ്ടത്. നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫോം. എന്തായാലും വൃന്ദാവനത്തിലെ ഉണ്ണികൃഷ്ണൻ രാധാദേവിയോടൊപ്പം ബലരാമസ്വാമിയോടൊപ്പം മറ്റ് ഗോപാലക്കുട്ടികളോടൊപ്പം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ രാധാദേവി വിചാരിച്ചു ഇനി ഞാൻ വരണില്ല എന്ന്. കാരണം ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഭഗവാന്റെ കൂടെയാണ് ചെലവഴിക്കാൻ സാധിച്ചത് എന്നുള്ള വലിയ കാര്യം മാറ്റി നിർത്തിയാൽ മറ്റൊന്നും തന്നെ രാധാദേവിക്ക് രസിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിച്ചില്ല. ഭയം കൊണ്ട് ആരെങ്കിലും മനസ്സിലാക്കുമോ തന്നെ രാധയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ആൺകുട്ടികളുടെ ഒരു ചടുലത കിട്ടുന്നില്ല കളിക്കാൻ. പെൺകുട്ടികളുടെ കളിയും ആൺകുട്ടികളുടെ കളിയും അന്നും ഇന്നും വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചടുലത കിട്ടുന്നില്ല കളിക്കാൻ. പിന്നെ എന്താ വെച്ചാൽ ആ ഒരു വൃന്ദാവനത്തിൻ്റെ അന്തർഭാഗത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയതെങ്കിലും മനസ്സിൽ ഈ പേടിയൊക്കെ ഉള്ള കാരണം അത് വേണ്ടത്ര ശരിയായില്ല. അതുമാത്രമല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല, ഭക്ഷണം ശരിയായില്ല. ആകെപ്പാടെ ഇതിനും നല്ലത് എന്താണെന്നറിയോ? ഉണ്ണികൃഷ്ണനെ തന്നെ ഏകാന്തത്തിൽ കാണുന്നത് തന്നെയാണ് എന്ന് രാധാദേവി നിശ്ചയിച്ചോ നിശല്യ. എന്തായാലും പിന്നീട് ഈ ഒരു ഉദ്യമത്തിന് രാധാദേവി മുതിർന്നിട്ടില്ല തന്നെയാണ് തോന്നണത്. അങ്ങനെ തിരിച്ച് ഈ ഒരു അവനവൻ്റെ ഗൃഹത്തിലേക്ക് ആ കാലികളെയൊക്കെ മേയിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഗോപാലക്കുട്ടികളും അതുപോലെ തന്നെ ബലരാമസ്വാമിയും ഒക്കെ വരികയാണ്. ഇവർ രാവിലെ പോകുന്ന സമയത്ത് ഉണ്ണി അമ്മയോട് അനേകം കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും കേട്ടോ. അമ്മയെ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ പാല് കൊണ്ട് അമ്മ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തന്നില്ലേ ഒരു മധുരമുള്ള സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു? ഉണ്ണി അത് രസഗുളയാണോ? ആ രസഗുള തന്നെയാണ് തോന്നുന്നു അമ്മയെ, അതെനിക്ക് നേരേക്ക് വെച്ച് തരണം കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും ഞാൻ ഇത്ര മണിക്ക് എത്തുമ്പോഴേക്കും എനിക്ക് നിറയെ കഴിക്കാൻ ഇന്നത് വേണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞേൽപ്പിച്ച് ഈ കൃഷ്ണൻ എന്താണോ പറയുന്നത് മറ്റൊരു പലഹാരത്തിൻ്റെ പേരും കണ്ട് ബലരാമൻ അപ്പം തന്നെ വരും കേട്ടോ. അപ്പോൾ ബലരാമന് വേണ്ടിയിട്ട് അതും നേരേക്ക് വെക്കുക. ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കുഞ്ഞു കുസൃതികളും ഒക്കെ ആയിട്ട് കഴിക്കാൻ പാകത്തിന് നേരേക്ക് വെച്ചിട്ടുണ്ടാവും യശോദമ്മ. ഇതെല്ലാം കഴിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും നോക്കൂ. ഇപ്പോൾ ഈ 2025 തുടങ്ങിയിട്ട് ഏകദേശം 5 മാസം ആവാറായി. എന്നിട്ട് പെട്ടെന്ന് പോയ പോലെ തോന്നുന്നുണ്ട് അല്ലേ? 5 മാസക്കാലം ഓടിപ്പോയി എന്ന് തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് എന്തൊരു സ്പീഡാണ് ഈ സമയത്തിനല്ലേ എന്ന്. അപ്പോൾ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് ഗോപികമാർക്ക് ആസ്വദിച്ച് മതിയായി ഉണ്ടാവില്ല. ഭഗവാന്റെ കളികളും ചിരികളും എല്ലാം കണ്ട് മതിയാവില്ല എന്ന് പറയില്ലേ, മതിയാവാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനെ ഒരവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക. കാരണം എത്ര
എത്ര കേട്ടാലും നമുക്ക് മതിയാവുന്നില്ല കൃഷ്ണ കഥകളെങ്കിൽ അവരുടെ കൺമുമ്പിൽ കാണുന്ന ഈ കൃഷ്ണനെ എത്ര കണ്ടാലും അവർക്ക് മതിയാവുക അല്ലേ. ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ഏകദേശം 12 വർഷക്കാലമൊക്കെ 12 നിമിഷം പോലെ അവർക്ക് കഴിഞ്ഞു പോയതായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. എന്തായാലും ആ ഉണ്ണികൃഷ്ണനെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഗുരുവായൂരപ്പനായിട്ട് കിട്ടിയത് നമ്മുടെ എല്ലാം മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എന്ന് വിചാരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നണത്. മേൽപ്പത്തൂര് പറയുന്നത് പോലെ ഹന്തഭാഗ്യം ജനാനാം എന്ന് തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരുടെയും ഭാഗ്യമാണ് ഉണ്ണികൃഷ്ണൻ, ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ. ആ ഭാഗ്യം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. അമൃത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, മെയ് മാസത്തിലെ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന്. മെയ് 16-ാം തീയതി വരുന്നുണ്ട്, പിന്നെ 21-ഉം 26-ഉം. മെയ് 16, 21, 26 ഈ 3 ദിവസങ്ങളിലാണ് മെയ് മാസത്തിലെ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ വരുന്നത് കേട്ടോ. സതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഞായറാഴ്ച ദിവസം ശിവേലി എപ്പോഴൊക്കെയാണ് എന്ന് പറയാമോ എന്ന്. ഞായറാഴ്ച ദിവസം എന്നില്ല, എല്ലാ ദിവസവും ശിവേലിയുടെ സമയത്തിന് മാറ്റമൊന്നും വരില്ല കേട്ടോ. രാവിലത്തെ ശിവേലി വരുന്നത് രാവിലെ 6:45 സമയത്താണ് കേട്ടോ. 6:45-നും 7:15-നും ഇടയിലായിട്ടാണ് ശിവേലിയുടെ സമയം വരുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ശിവേലി, അതായത് ഉച്ചപൂജ കഴിഞ്ഞാൽ, മഹാക്ഷേത്രങ്ങളിലെല്ലാം ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുമ്പായിട്ട് ശിവേലി ഉണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം പിന്നീട് നട തുറക്കുന്ന സമയത്താണ് ആ ഉച്ച ശിവേലി പതിവുള്ളത്. അത് വൈകുന്നേരം 3:30 മണിക്ക് നട തുറക്കുന്ന സമയത്താണെങ്കിൽ 3:30-ക്ക്, അല്ല 4:30-ക്ക് നട തുറക്കുന്ന സമയത്താണെങ്കിൽ 4:30-ക്ക്. ഇതിൽ തന്നെ വ്യത്യാസമുള്ളത്, ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അന്ന് വൈകുന്നേരത്തെ ശിവേലി ഇല്ല. അതായത് അതിൻ്റെ പിറ്റേ ദിവസം, ഉദയാസ്തമന പൂജ നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത് ശിവേലി ഇല്ല. അതിന് പകരം ശ്രീഭൂതബലി സന്ധ്യാസമയത്താണുള്ളത്. പിന്നെ രാത്രിയിലത്തെ ശിവേലി വരുന്നത് 9:30 മണിക്കാണ് കേട്ടോ. കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കുന്നുണ്ട് പക്ഷെ എണ്ണം പിടിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാന്ന്. എണ്ണം പിടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ അറിയാം നമ്മൾ എത്ര നാമം ജപിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ കൂട്ടായിട്ട് ഒരു സംഖ്യ കണക്കാക്കി അത്രയും നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഉദ്യമം വെച്ചതും അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ തയ്യാറായതൊക്കെ. അതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല, നാമം ജപിക്കുന്നതിൻ്റെ എണ്ണം പിടിക്കണം എന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള സൗമ്യ പണ്ട് പറഞ്ഞിരുന്നു കേട്ടോ, നാമം ജപിക്കുമ്പോൾ എണ്ണം പിടിക്കാതെയാണ് ജപിക്കാറുള്ളതെന്ന്. എന്നാൽ ഇതേ സൗമ്യ തന്നെ നമ്മളെ വൈശാഖ മാസത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണം പിടിച്ചു തുടങ്ങി. കുറച്ച് നാമമൊക്കെ എണ്ണം പിടിച്ചും ജപിക്കാൻ തുടങ്ങി. ഇപ്പോൾ സൗമ്യ പറയാറുണ്ട്, നാമം എണ്ണം പിടിച്ച് ജപിക്കുമ്പോൾ കോൺഫിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്, സൗമ്യ പറയണത് ശരിയാണ് എന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ ജപിക്കാൻ സാധിച്ചുല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക്, ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്ന് കരുതി ഒരു നിർബന്ധവും ഇല്ല. കാഞ്ചന ചേച്ചിക്ക് പറ്റുവെച്ചാൽ അങ്ങനെ ജപിച്ചോളൂ, പറ്റിയില്ലേ എങ്ങനെ പറ്റുന്നുള്ളൂ വെച്ചാൽ അങ്ങനെ മതി കേട്ടോ. RJK എന്നാണ് കാണുന്നത് കേട്ടോ, പേരറിയില്ല. വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ചും ഗുരുവായൂർ അമ്പലത്തിലെ ഭജന ഇരിക്കുന്നതിനെക്കുറിച്ചും മക്കളുടെ ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എടുക്കുന്ന വ്രതത്തിനെ കുറിച്ചുമൊക്കെ പറയാൻ ഒരു വീഡിയോ ഇടാൻ സാധിക്കുമോ എന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ വീഡിയോസിലൂടെ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പറയാം കേട്ടോ. ഭജന ഇരിക്കുന്നതിൻ്റെ ആണെങ്കിലും അതുപോലെ വ്യാഴാഴ്ച വ്രതമാണെങ്കിലും ഒക്കെ നമുക്ക് ഒന്നും കൂടി അനുസ്മരിക്കാം, അതിൽ വിരോധമൊന്നുമില്ല. ഉടൻ തന്നെ ചെയ്യാം. സബിത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നാരായണീയം രാത്രിയിൽ വായിക്കാമോ എന്ന്. വായിക്കാം കേട്ടോ. നാരായണീയത്തിൻ്റെ നല്ല ഗുരുവായൂരപ്പൻ്റെ ഒരു കാര്യത്തിന് ഒരു സമയവും ഇല്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കാം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു, ഒരമ്മ വളരെ വിഷമത്തോടു കൂടിയിട്ട് എന്നോട് ചോദിച്ചു, കൂടെയുള്ള ആളുകൾ പറഞ്ഞു എപ്പോഴും ഒന്നും നാമം ജപിക്കാൻ പാടില്ല, ഈശ്വരനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മളെപ്പോഴും, ഇപ്പോൾ നമുക്ക് അമ്മയെ കുട്ടികളാവുമ്പോൾ, ഇപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ പറയണേ. അവരൊരു ദിവസം എത്ര തവണ അമ്മയെന്ന് വിളിക്കുന്നറിയോ? ആവശ്യത്തിനും അനാവശ്യത്തിനും അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അമ്മേ 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 അമ്മയെന്ന്. സാധാരണ ഒരു അമ്മ ആയതുകൊണ്ട് കുറേയൊക്കെ കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചോദിക്കും, എന്താ വേണ്ടത് അമ്മയ്ക്ക് ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കാറുണ്ട്. ഇതേപോലെ പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ മക്കളോട് ദേഷ്യം തോന്നില്ല. ഈ ഒരു അമ്മയെ വിളിക്ക് ഞാൻ എത്ര വർഷം കാത്തിരുന്നിട്ടുണ്ടായിരിക്കുമല്ലേ. 28 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അമ്മയെ വിളി എന്നിലെത്തുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര കാത്തിരുന്നിട്ടുണ്ടാവും ഒരു അമ്മയെ എന്നുള്ള വിളി കേൾക്കാൻ.
അപ്പോൾ അതേമാതിരി തന്നെ ഗുരുവായൂരപ്പനെ നമ്മൾ എത്ര തവണ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഒന്നും തോന്നില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, നീ എൻ്റെ അല്ലേ, നീ എന്തിനാണ് വിളിച്ചത് എന്ന് തന്നെയാണ് ഭഗവാന്റെ എല്ലാ സമയത്തെയും ഭാവം ഉണ്ടാവുക. നാരായണീയം രാത്രിയിൽ വായിക്കുന്നതുകൊണ്ടൊന്നും ഒരു വിരോധവും ഇല്ല. ശുദ്ധം നോക്കണം കേട്ടോ, പക്ഷേ ശുദ്ധമുള്ള സമയത്ത് മാത്രം ചൊല്ലുക, ശുദ്ധമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം നാരായണീയം ചൊല്ലുക, അത്രയേ ഉള്ളൂ. രമ്യ ഷാജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, അച്യുതം കേശവം രാമനാരായണൻ കൃഷ്ണദാമോദരം വാസുദേവം ഹരേ എന്നുള്ള ആ ഒരു നാമം ചൊല്ലുന്നതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, രാത്രി കിടന്നുറങ്ങുമ്പോഴാണോ ആ നാമം ചൊല്ലേണ്ടത് എന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അച്യുതം കേശവം രാമൻ നാരായണം കൃഷ്ണൻ ദാമോദരൻ ഹരി, ഇങ്ങനെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പേരുകളാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ പേരുകളൊന്നും ഉച്ചരിക്കാൻ സമയമോ ദേശമോ കാലമോ ഒന്നുമില്ല, നമ്മുടെ ഭഗവാനാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം ഉണ്ണി കൃഷ്ണ എന്ന് വിളിക്കാൻ തോന്നും, കുറച്ച് കഴിഞ്ഞ് ഉണ്ണി ദാമോദര എവിടെ എന്ന് ചോദിക്കാൻ തോന്നിയാലോ, അച്യുത ഇങ്ങോട്ട് വരൂ, മാധവ എവിടെയാണ് നീ, ഹരി എവിടെയാണ് നീ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നില്ലേ. ഇത്രയേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ്റെ പല 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 നാമങ്ങൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. ഇനി രാത്രി കിടന്നുറങ്ങുമ്പോൾ ചൊല്ലാൻ പാടുമോ? എന്തുകൊണ്ടില്ല, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മരിച്ചു പോവില്ല എന്ന് ഒരു ഉറപ്പില്ല. എൻ്റെ അച്ഛനൊക്കെ മരിച്ചത് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ്, ഉറക്കത്തിൻ്റെ ഇടയിൽ എവിടെയോ അദ്ദേഹം പോയി എന്നുള്ളതാണ്. അപ്പോൾ അതേമാതിരി ഉറങ്ങി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ നമ്മളോട് എപ്പോഴും പറയുന്നതാണ്, പൂർവികർ പറഞ്ഞു കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ ചൊല്ലുന്ന നാമങ്ങളിൽ എപ്പോഴും ഉണ്ടാവും അന്ത്യകാലേ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ വരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അന്ത്യകാലം എപ്പോഴാണെന്ന് നമുക്കറിയൂ, നമ്മളെപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ വരുമെന്ന് വിചാരിക്കുക. അല്ല, പരത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇഹത്തിന് വേണ്ടിയും നമ്മൾ നാമം ജപിക്കുകയാണ്. ഏത് സമയത്ത് എന്ത് പ്രശ്നത്തിനും നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത് ആ ഒരു ധൈര്യത്തിന് എപ്പോഴും നമുക്ക് നാമം ചെല്ലാം. കിടന്നുറങ്ങുമ്പോൾ ജപിക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ ജപിച്ചോളൂ. കിടന്നുറങ്ങുമ്പോൾ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ എന്നുള്ളത് ചൊല്ലി കിടന്നുറങ്ങിയാൽ വളരെ നല്ലതല്ലേ ഭഗവാന്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ, എൻ്റെ ഒരു ദിവസം എൻഡ് ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്നും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാവണം എന്നും ഞാൻ എപ്പോഴും നിഷ്ഠ വയ്ക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കാറുള്ളത്. രാത്രി ഉറങ്ങുമ്പോഴും അതെ ഹരേ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പോൾ ഇതേമാതിരി ഏത് സമയത്തും നമുക്ക് നാമം ചൊല്ലാം കേട്ടോ. തങ്കമണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ദോഷമാണെന്ന് ചില തന്ത്രിമാർ പറയുന്നുണ്ടല്ലോ, ഇത് സത്യമാണോ? ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ, ഇത് ജപിക്കാമോ എന്ന്. നോക്കൂ, നാമങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. പക്ഷേ ചില നാമങ്ങളുണ്ടല്ലോ ശുദ്ധം നോക്കാതെ ചൊല്ലരുത് എന്ന് പറയും. ഇപ്പോൾ ഇതിലൊക്കെ പ്രണവം കൂട്ടിയിട്ടുള്ളതാണ്. ഓംകാരത്തിനെയാണ് പ്രണവം എന്ന് പറയാം. ഈ പ്രണവം കൂട്ടിയൊക്കെ ഉള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് ശുദ്ധം നോക്കി മാത്രം ചൊല്ലുക. പൊലയോ വാലായ്മയോ മറ്റശുദ്ധികളോ ഒക്കെ ഉള്ള സമയത്ത് ഇത്തരം ജപങ്ങളൊക്കെ ഒഴിവാക്കുക. നാരായണ നാമത്തിനോ അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് നാമങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ശുദ്ധം നോക്കാനില്ല. പക്ഷേ മന്ത്രമായിട്ട് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധം നോക്കിയേ പറ്റൂ. നല്ല ശുദ്ധമായിട്ട് ഇരിക്കുന്ന സമയത്ത് ചൊല്ലാൻ നോക്കൂ കേട്ടോ. സേതുമാധവൻ എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, സബ് ടൈറ്റിലിൽ ഗൗരവമായ തെറ്റ് കാണുന്നു, ഇത് സവിത ശ്രദ്ധിക്കുന്നില്ലേ, വേറെ ആരും തെറ്റ് ശ്രദ്ധിച്ചില്ലേന്ന്. സബ് ടൈറ്റിൽ വരുന്നത് നമ്മൾ കൊടുക്കുന്നതല്ല കേട്ടോ, ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് സബ് ടൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ ചിലപ്പോൾ അതിൽ പതിയില്ല. അപ്പോൾ ക്യാച്ചിങ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നുള്ളതിന് ഗോവിന്ദയ്ക്ക് പകരം കോവിഡ് എന്നാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. അപ്പം നമ്മളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സബ് ടൈറ്റിലിൽ തെറ്റ് വരുന്നത്. അശോകൻ എന്നൊരു ഭക്തൻ, ഞാൻ ആ മെസ്സേജ് വായിക്കാം കേട്ടോ. സവിത, ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്ന രീതികളൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് വലിയ ഉപകാരമായിരിക്കും. ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ദീപാരാധന കഴിഞ്ഞ് ആരതി ഒഴിയുന്നത് തന്നെ അറിഞ്ഞുകൂടാത്തവരെ ഞാൻ കാണാറുണ്ട്. സവിത, ഒരുപാട് അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ പോയാലും ദേവീക്ഷേത്രത്തിൽ പോയാലും കൃഷ്ണക്ഷേത്രത്തിൽ പോയാലും എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനോടും മറ്റെല്ലാവരോടും കൂടി എനിക്ക് ഒരുപാട് അറിവുകളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ, ഒരു ബേസിക് കാര്യങ്ങളൊക്കെ എന്നെ എനിക്കും അറിയുള്ളൂ. കടിച്ച കൈ ഉപയോഗിക്കരുത്. പിന്നെ ഏതെങ്കിലും, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാതെയോ വായ കഴുകാതെയോ അശുദ്ധമായിട്ടൊന്നും പോകരുത്. ഇത് തന്നെ ക്ഷേത്രത്തിനകത്ത് നിന്ന് നമുക്ക് പ്രസാദം ലഭിച്ചാൽ ആ പ്രസാദം നമ്മൾ
കടിച്ച് കഴിക്കരുത്. പഴമൊക്കെ കഴിക്കുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ഉയർത്തി വായിൽ ഇടണം എന്നുള്ളതും, ക്ഷേത്രത്തിനകത്ത് നിന്ന് നമ്മൾ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഗ്ലാസ് ഉയർത്തി വെച്ച് കുടിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ ഭഗവാനെ നേദിക്കാൻ കദളിപ്പഴമോ പട്ടുകോണകോ മയിൽപ്പീലിയോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് തലമുടി തട്ടാതെ നോക്കണം എന്ന് പറയും. അപ്പം നമ്മൾ നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം, അപ്പം മുന്നിലുള്ള ആൾക്കാരുടെ തലമുടിയിൽ തട്ടാതെ പോകണം എന്നാണ് പറയുക. അതൊന്ന് നമുക്ക് സൈഡിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ സാധിക്കും കേട്ടോ, ഒന്ന് സൈഡിലേക്ക് പിടിക്കേ വേണ്ടൂ. അപ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് തന്നെയാണ് തോന്നുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊഴുതൊന്ന് നമസ്കരിക്കുന്നത് നല്ലതാണ്. നമസ്കാരം എല്ലാ ഈശ്വരന്മാരുടെ മുമ്പിലും നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും തൊഴുക, നമസ്കരിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, ഇത്രയൊക്കെ എനിക്കും അറിയുള്ളൂ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കൃഷ്ണക്ഷേത്രത്തിലെ എത്ര പ്രദക്ഷിണം, ദേവീ ക്ഷേത്രത്തിലെ എത്ര പ്രദക്ഷിണം, ശിവൻ്റെ അമ്പലത്തിൽ എത്ര പ്രദക്ഷിണം, അങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് എനിക്കറിയില്ല. നോക്കൂ, ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എനിക്ക് എപ്പോഴും എൻ്റെ എല്ലാമാണ്, എൻ്റെ സർവസ്വമാണ് എൻ്റെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് പോകാൻ എനിക്ക് വലിയ പ്രയാസം തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ വിഷമാവോ, അങ്ങനെ ചെയ്താൽ വിഷമാവോ, ഇങ്ങനെയൊന്നും നോക്കാറില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നാൽ ഞാൻ അമ്മയോട് നല്ലോണം ചൂടായും സംസാരിക്കാറുണ്ട്, തിരിച്ച് അമ്മയും എന്നോട് ചൂടായി സംസാരിക്കാറുണ്ട്. അതിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ബന്ധമാണല്ലോ, നമ്മുടെ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ഭാഗം, അമ്മയുടെ തന്നെ ഒരു ഭാഗമല്ലേ ഞാൻ, ആ ഒരു രീതിയല്ലേ നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അച്ഛൻ്റെ തന്നെ ഒരു ഭാഗമല്ലേ നമ്മൾ. അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ഈശ്വരനും. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ സർവസ്വമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നിയമങ്ങളൊന്നും നോക്കാറില്ല. ഈ പറഞ്ഞ പോലെയൊക്കെ കുറച്ചൊന്ന് ശുദ്ധം പാലിക്കണം എന്ന് മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ. ഗീത ഉണ്ണി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സരിത can you chant the slogas for chanting while we do namaskaram for different god and goddess, because the other day you had said for Lord Mahadevan, it was very nice എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഓരോ ക്ഷേത്രത്തിൽ പോയാലും തൊഴുത് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ ഈശ്വരന്മാരെ തൊഴുത് നമസ്കരിക്കുന്ന മന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ പറഞ്ഞിരിക്കണേ. അത് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓരോ ദിവസം ഓരോ ഈശ്വരനെ, എനിക്ക് അധികം പേരുടെ ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറേ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലാം. അയ്യപ്പൻ്റെ അവിടെ ആണെങ്കിൽ, ഭഗവതിയമ്മയുടെ അവിടെ ആണെങ്കിൽ, മഹാലക്ഷ്മിയുടെ അവിടെ, അതുപോലെ തന്നെ ഭദ്രകാളിയുടെ അവിടെ, ശിവൻ്റെ അവിടെ, പാർവതിയുടെ അവിടെ, ഗണപതിയുടെ അവിടെ, ഇങ്ങനെ കുറച്ച് പേരുടെയൊക്കെ അറിയാം. അറിയുന്നതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് 10 പേരും കൂടി ആയ ഗ്രൂപ്പ് ഫില്ലായി കേട്ടോ. ഇനി രണ്ടാമതൊരു ഗ്രൂപ്പ് തുടങ്ങണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഗ്രൂപ്പിൽ നമുക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. അശ്വതി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നമ്മൾ കൗണ്ടറിൽ നിന്ന് നേദ്യം ഷീട്ടാക്കുമ്പോൾ സെയിം നേദ്യമാണോ വെള്ള നിവേദ്യം എന്ന് പറഞ്ഞ് ഷീട്ടാക്കുമ്പോൾ കിട്ടുന്നത്, അത് തന്നെയാണോ അന്നലക്ഷ്മി ഹാളിൽ ഉച്ചയ്ക്ക് കിട്ടുന്ന അന്നദാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നലക്ഷ്മി ഹാളിൽ നേദ്യച്ചോറും കൂടി കിട്ടാറുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നേദ്യം അല്ലാത്ത ചോറും നമുക്ക് അവിടെ കിട്ടാറുണ്ട്, ഇടയ്ക്ക് നേദ്യച്ചോറും നമുക്ക് കിട്ടാറുണ്ട്. ഈ നേദ്യച്ചോറ് കിട്ടുന്നത് നമ്മൾ ഷീട്ടാക്കി വാങ്ങുമ്പോൾ ഏത് വെള്ള നിവേദ്യമാണോ കിട്ടണത് അത് തന്നെയാണ് ഇവിടെയും കിട്ടാറ്. പക്ഷെ മുഴുവനും പ്രസാദോട്ട് മുഴുവനും അങ്ങനെയല്ല, നേദ്യച്ചോറല്ല, വല്ലപ്പോഴേ നേദ്യച്ചോറ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ ഏതൊക്കെയോ ചോദ്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, കാരണം ഞാൻ സ്പോട്ടിൽ നോക്കി പറയുകയേ ചെയ്തിട്ടുള്ളൂ, മുൻകൂട്ടി ഞാൻ എടുത്തു വെച്ചില്ല. കാരണം ഇന്ന് കുറേ സമയം ഉണ്ടായിരുന്നില്ല, ഇന്നും കൂടി വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ അധികം സ്കിപ്പാവാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറിയാൽ ലിങ്കിൽ ആഡ് ആവാൻ പറ്റും, 10 പേർക്കും കൂടി ആഡ് ആവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ലിങ്ക് വേണം, അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പ് വേണം, ഇനിയും ആളുകൾ ഉണ്ടെങ്കിൽ പുതിയൊരു ഗ്രൂപ്പും കൂടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഗ്രൂപ്പിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേശ്ശെയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.